കളങ്കമില്ലാത്ത മണ്ണും മനുഷ്യനും ചേർന്നാൽ വിശുദ്ധമായ വിളവുണ്ടാകുമെന്ന് തെളിയിച്ച കർഷകരുടെ നാടാണ് മാങ്കുളം. വിഷം തൊടാത്ത, രാസചേരുവകൾ വലിച്ചെടുക്കാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സുഗന്ധവിളകളും ഒന്നിച്ചു ലഭിക്കണമെങ്കിൽ മാങ്കുളം പഞ്ചായത്തിലെത്തിയാൽ മതി. മലമടക്കുകൾക്കിടയിൽ ജൈവകൃഷി തുടർന്നുവരുന്ന ഒരു കുടിയേറ്റ കർഷകനാണ് പനച്ചിനാനിക്കൽ പി ജെ സെബാസ്റ്റ്യൻ. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ 2008 ജൈവകൃഷി എന്ന പദ്ധതി നടപ്പാക്കിയപ്പോൾ ലാക്കോൺ എന്ന ഏജൻസിയിൽ നിന്ന് ആദ്യ ജൈവ കർഷകനെന്നുള്ള സാക്ഷ്യപത്രം നേടിയ മാങ്കുളത്തെ കൃഷിക്കാരനാണ് സെബാസ്റ്റ്യൻ. 1200 കർഷകരിൽ 500 കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ജൈവകൃഷി അംഗീകാര സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. കേവലം 5 ദശകത്തിന്റെ ചരിത്രം മാത്രമുള്ള കുടിയേറ്റ ഗ്രാമത്തിൽ കണ്ണൻദേവൻ കമ്പനിയിൽ നിന്നുമൊക്കെ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് കർഷകർക്കും ആദിവാസികൾക്കും നൽകിയത്. അന്നു മുതൽ അവർ ജൈവകൃഷിയാണ് പിന്തുടരുന്നത്. ഗ്രാമീണ മേഖലയിൽ നിന്ന് മൺമറഞ്ഞ അടത്താപ്പ് ഇവിടെ പുനർജന്മം കൊള്ളുകയാണ്. 2 സെന്റ് സ്ഥലത്ത് പന്തൽ നാട്ടിയാണ് അടത്താപ്പ് വളർത്തിയിരിക്കുന്നത്. മണ്ണ് സ്പർശിക്കാത്ത കിഴങ്ങുവിളയാണിത്. ഉരുളക്കിഴങ്ങിന് പകരമായി ഉപയോഗിക്കാം. ചുവട്ടിൽ കാച്ചിൽ രൂപത്തിലുള്ള കിഴങ്ങും ലഭ്യം. അതും ഭക്ഷ്യയോഗ്യമാണ്. കായ്കൾ നട്ടാൽ 4 മാസം കഴിയുമ്പോൾ കായ്കൾ ഉണ്ടാകും. 10 മാസം വരെ വിളവ് ലഭിക്കും. 1 വർഷത്തിനുള്ളിൽ കട പറിച്ചെടുക്കാം. കടതാപ്പ് നമ്മൾ നടുന്നത് സാധാരണഗതിയിൽ ഒരു ഏപ്രിൽ മെയ് മാസം പുതുമഴയോടുകൂടി നടാറുണ്ട്. അത് നടുന്നത് പന്തലയിൽ കയറ്റി വിടത്തക്ക രീതിയിലുള്ള ഒരു കൃഷിരീതിയാണ് അവലംബിച്ചത്. കാരണം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് പാകമാകുന്ന നിലയ്ക്ക് പറിച്ചെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. പഴയ കാലങ്ങളിലൊക്കെ ഇത് മരത്തേല് വലിയ പ്ലാവേലും ഒക്കെ കയറി കിടക്കും. പക്ഷേ നമുക്കത് പറിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിക്കൊണ്ടാണ് പന്തലിട്ട് ഇത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ നിലയിൽ ഏകദേശം ഒരു 3 സെന്റ് സ്ഥലത്തുള്ള പന്തലിൽ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു 400 കിലോയോളം അതിൽ വിളവ് കിട്ടി. 4 മാസം പ്രായമാകുമ്പോൾ തന്നെ അതിൽ നിന്ന് വിളവെടുക്കാൻ തുടങ്ങും. അതിനുശേഷം ഒരു 4 മാസത്തോളം കൂടെ ഇതിൽ നിന്ന് നമുക്ക് ആദായം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ നിലയിലാണ് ഇതിന്റെ ഒരു ഗുണം നമുക്ക് തോന്നിയിട്ടുള്ളത്. മാർക്കറ്റിൽ അതിനും നല്ല വിലയുള്ളൊരു സാധനമാണ്. ഉരുളക്കിഴങ്ങിന് പകരം നിൽക്കുന്ന, അതുപോലെ തന്നെ ഇതിന്റെ മേളിൽ പന്തലയിലുണ്ടാകുന്ന കായ്ക്ക് ഷുഗറിന്റെ ഉപദ്രവമില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. അതനുസരിച്ച് ഷുഗർ രോഗികൾക്ക് കിഴങ്ങുവർഗ്ഗ വിളയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനം എന്ന നിലയിൽ ഇതിനിപ്പോ നല്ലൊരു ഡിമാൻഡ് കാണുന്നുണ്ട്. വിഷമില്ലാത്ത 20ൽ പരം പഴവർഗ്ഗ ചെടികൾ. ജൈവകൃഷിയിൽ മികച്ച വിളവ് ലഭിക്കുമെന്ന് കർഷകർക്ക് കാണിച്ചുകൊടുത്ത ഒരു കർഷകൻ. 10ലേറെ ഇനത്തിൽപ്പെട്ട വാഴകൾ. ഓരോന്നിലും 10 കിലോയിലധികം തൂക്കമുള്ള കായക്കുലകൾ. 70 കിലോ വരെ തൂക്കമുള്ള കുലകളും ഈ തോട്ടത്തിൽ കാണാം. റോബസ്റ്റയ്ക്കാണ് ഏറ്റവും കുറവ് വില ലഭിക്കുന്നത്. പന്തലിട്ട് വളർത്തുന്ന പഴവർഗ്ഗ വിള പാഷൻ ഫ്രൂട്ടും ആകാശവെള്ളരിയുമാണ്. 1 സെന്റിലാണ് പാഷൻ ഫ്രൂട്ട് തോട്ടം. എന്നും മികച്ച വിളവ്. കിലോയ്ക്ക് 50 രൂപയിൽ കുറയാത്ത വിലയുണ്ട്. സാധാരണക്കാർക്കും കുട്ടികൾക്കും പരിചരിക്കാം. വളങ്ങളോ കൂടുതൽ പരിചരണമോ ആവശ്യമില്ലാത്ത പഴവർഗ്ഗ വള്ളിച്ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് ഒരു നല്ല ലാഭമുള്ള ഒരു വിളയാണെന്ന് മനസ്സിലായിക്കൊണ്ട് കഴിഞ്ഞ വർഷം, 1 വർഷമായിട്ടുള്ളൂ, ഇതിന്റെ തൈ നട്ടു. കാന്തല്ലൂര് വെറുതെ ഒന്ന് പോയപ്പോൾ അവിടെ നിന്ന് ഒരു നല്ല പഴം വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിന്റെ അരി എടുത്ത് പാകി കിളുത്ത തൈയാണ് ഇവിടെ നട്ടത്. സോ വയലറ്റ് കളറുള്ള പാഷൻ ഫ്രൂട്ടാണ് ഇത്. ഇതിന് മാർക്കറ്റിലൊരു നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനാൽ തന്നെ ഇത് എത്രയുണ്ടെങ്കിലും വിറ്റഴിയുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എറണാകുളത്താണ് ഇത് വിറ്റഴിക്കുന്നത്. പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഡെങ്കിപ്പനി അതുപോലെയുള്ള അസുഖങ്ങൾ വന്നപ്പോൾ കൗണ്ട് കൂട്ടാൻ വേണ്ടി ഇത് ഡോക്ടർമാര് രോഗികൾക്ക് ശുപാർശ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു ഡിമാൻഡുണ്ടായി. ഒരു വേള 200 രൂപ വരെ കിലോയ്ക്ക് വില ഇതിനുണ്ടായിരുന്നു.
എങ്കിലും ഇപ്പോൾ ആവറേജ് ഏറ്റവും മിനിമം 70 രൂപ വെച്ച് ഇവിടെ കൃഷിസ്ഥലത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ നിലയിൽ ഇത് ഒരു 5-6 വർഷം നീണ്ടു നിൽക്കുന്ന വിളയായതുകൊണ്ട് വളരെയേറെ ലാഭകരമായ ഒരു കൃഷിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 250 കിലോയോളം ഈ ഒരു വർഷം ഈ സമയം കൊണ്ട് വിറ്റ് കഴിഞ്ഞു. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന മാങ്കുളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ എല്ലാത്തരം വിളകളും സെബാസ്റ്റ്യന്റെ തോട്ടത്തിലുണ്ട്. സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുന്ന സ്ഥലത്ത് പച്ചക്കറികൾ നട്ടിരിക്കുന്നു. മത്തയാണ് ഒരിനം. കൂടാതെ തക്കാളി, വെണ്ട, കോളിഫ്ലവർ തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. സുഗന്ധവിള എന്ന നിലയിൽ കാപ്പിയും കൊക്കോയുമാണ് പ്രധാന വിളകൾ. മലമടക്കുകളിൽ നന്നായി വളരുന്ന സുഗന്ധവിളകളാണ് കാപ്പിയും കൊക്കോയും. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ കൃഷിരീതികളിലൂടെ വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്തിരിക്കുന്നു. ഏകവിള സമ്പ്രദായം കർഷകന് നഷ്ടങ്ങളുണ്ടാക്കുമെന്ന കാഴ്ചപ്പാടിലാണ് സമ്മിശ്ര കൃഷിക്ക് ആദ്യകാലം മുതൽ സ്ഥാനം നൽകിയത്. ഏകവിള സമ്പ്രദായത്തിൽ കൃഷി ചെയ്താൽ ആ ഒരു വിളയ്ക്ക് ഒരു മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൃഷി ആകെ നഷ്ടമാകുന്ന ഒരു സ്ഥിതി വരും. അതേസമയം ബഹുവിള സമ്പ്രദായത്തിലുള്ള കൃഷിയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിളയ്ക്ക് അല്പം വില കുറഞ്ഞാലും നഷ്ടം വന്നാലും മറ്റു വിളകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു മെച്ചം കിട്ടുമ്പോൾ ആവറേജ് നമ്മുടെ എല്ലാ കൃഷിയും കൂടെ നോക്കുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് തീരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മാർക്കറ്റിലാണെങ്കിലും ചില സാധനങ്ങൾക്ക് ചില സമയത്ത് ഡിമാൻഡില്ല, ചില സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ആവറേജ് ചെയ്ത് കൃഷി പൊതുവിൽ നഷ്ടമില്ലാതെ പോകണമെങ്കിൽ പരമാവധി കഴിയുന്നിടത്തോളം വിളകൾ നമ്മളുടെ പറമ്പിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പച്ചക്കറി ആണെങ്കിലും കഴിയുന്നിടത്തോളം ഇനം കൃഷി ചെയ്യാൻ ഉത്സാഹിക്കുന്നു. അതുപോലെ തന്നെ പഴവർഗ്ഗ ചെടികളും പരമാവധി കിട്ടത്തക്ക രീതിയിൽ സംഭരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഫലമായില്ല എങ്കിൽ പോലും 1-2 വർഷം കൊണ്ട് മിക്കവാറും എല്ലാം കാഫലത്തിലെത്തും. അപ്പോൾ കൃഷി വളരെ ആദായകരമാകുമെന്നുള്ള ഒരു പ്രത്യാശയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കാലത്തിനനുസരിച്ച് കർഷകരും കൃഷിരീതികളിൽ മാറ്റം വരുത്തണമെന്ന ആശയക്കാരനാണ് സെബാസ്റ്റ്യൻ. മലനിരകൾ കാവൽ നിൽക്കുന്ന കാർഷിക ഭൂമിയിൽ ജൈവകൃഷി ലാഭകരമാണ്. കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് കൃഷിനാശത്തിന് പ്രധാന കാരണം. മാങ്കുളത്തെ പ്രത്യേക കാലാവസ്ഥയിൽ വിളകൾക്ക് രോഗകീടബാധകൾ വളരെ കുറവാണ്. രാഷ്ട്രീയ ജീവിതത്തിനോടൊപ്പം ജൈവകൃഷിയും വിജയകരമാക്കിയ വ്യക്തി. കൃഷിയെ ദൈവികമായി കാണുകയും ആരോഗ്യപരമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന കർഷകൻ. കൃഷിയിടത്തിൽ ചാണകവും ഗോമൂത്രവും പച്ചിലകളുമാണ് വളമായി നൽകുന്നത്. കൃഷിക്കാരന്റെ വിയർപ്പ് വീഴുന്ന ഈ മണ്ണിൽ വിഷം ഒരു തുള്ളിപ്പോലും വീഴാറില്ല. ആദ്യകാലത്തുണ്ടായിരുന്ന ഏലകൃഷി ഒഴിവാക്കിയാണ് കുരുമുളക് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. മാങ്കുളത്ത് കുടിയേറ്റം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ആദ്യം ചെയ്തത് കുരുമുളകാണ്. പക്ഷെ ആദ്യത്തെ ഒരു കൃഷി ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ നന്നായി ഉണ്ടായെങ്കിലും അത് കേടുപിടിച്ചു പോയി. രണ്ടാമത് വീണ്ടും പുതിയ കൃഷി ആരംഭിച്ചു. ആ കൃഷിയിലും നമുക്ക് ഇപ്പോൾ ഒരു പരാജയം ആദ്യം കണ്ടത് ഇതിന്റെ പാങ്ങുകാലായിട്ട് മുരിക്ക ഉപയോഗിച്ച് മുരിക്കിന് കേടുവന്നു. അതിനുശേഷമാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് മരത്തൈ മേടിച്ച് നട്ട് അതിലെ കുരുമുളക് പടർത്താൻ തീരുമാനിച്ചു. ഇപ്പോൾ വേമ്പ് എന്ന് പറയുന്ന മലവേമ്പ് എന്നും അറിയപ്പെടും ആ സാധനമാണ് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത്. അത് നട്ട് അതേലെ കുരുമുളക് പെട്ടെന്ന് കയറുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ താങ്ങുകാലിന് നല്ല വളർച്ചയാണ്. 1 വർഷം കൊണ്ട് 2 ആൾ പൊക്കത്തിൽ അത് വളരുന്നുണ്ട്. അത് ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ തടി വെട്ടി വിറ്റാലും നമുക്കൊരു ആദായം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു താങ്ങുകാലിനെ പറ്റി ചിന്തിച്ചതും അതുകൊണ്ടുവന്ന് നട്ട് അതിലെ കുരുമുളക് പടർത്തുന്നത്. പിന്നെ നേരത്തെ ഏലകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെല്ലാം പ്ലാവ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലാവിലെല്ലാം ഇപ്പോൾ കുരുമുളക് പടർത്തി അത് നന്നായിട്ട് കയറുന്നുണ്ട്. അതിന്റെ പ്ലാവിന്റെ അരമ്പിറക്കി കളയണമെന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്തായാലും മുള്ളുള്ള മുരിക്ക് 2-3 പ്രാവശ്യം നമ്മൾ ഒരുക്കുന്നതിനേക്കാളും ഒക്കെ ലാഭകരം
പ്ലാവേലും അതുപോലെ തന്നെ ഈ വേമ്പേലും കുരുമുളക് കൃഷി ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കൃഷിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാങ്കുളം കൃഷിക്കാരുടെ നാടാണ്. ഹരിതാഭമായ ഭൂമിയാണ് ഇവിടെയുള്ളത്. കുരുമുളക് കൊടികൾ എല്ലാ വീടുകളിലും കാണാം. നീലമുണ്ടി ഇനമാണ് കൂടുതലായി കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിയുടെ ഇടവിളയായിട്ടാണ് പച്ചക്കറികൾ കൃഷി ചെയ്തിരിക്കുന്നത്. ആധുനിക കൃഷിരീതിയുടെ ഭാഗമായി ഗ്രോ ബാഗിലും കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ കളകൾ കയറാതെ സംരക്ഷിത കൃഷി നടത്താൻ പോളിഷീറ്റ് വിരിച്ച് പച്ചക്കറികൾ നട്ടിരിക്കുന്നു. പുത്തൻ രീതി എന്ന നിലയിൽ അടുത്ത കാലത്ത് ആരംഭിച്ച പോളിഹൌസ് കൃഷിയിലും നഷ്ടമുണ്ടായിട്ടില്ല. 10 സെന്റിലാണ് പോളിഹൌസ്. പയറാണ് വിള. തുടക്കമെന്ന നിലയിൽ പയർ കൃഷി ചെയ്തിട്ട് 1200 കിലോ പയർ കിട്ടി. നല്ല രീതിയിൽ അല്പം ശ്രദ്ധ കൂടി നൽകിയാൽ 2 ടണ്ണിലേറെ വിളവ് ലഭിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. 50 രൂപ നിരക്കിലാണ് പയർ കച്ചവടക്കാർക്ക് വിറ്റത്. പോളിഹൌസിൽ നമ്മൾ ആദ്യത്തെ കൃഷിയാണ് ഇറക്കിയത്. കഴിഞ്ഞ ജൂലൈ മാസം 5-ാം തീയതി പയർ നട്ടു. 2 മാസം ആകാറായപ്പോഴാണ് വിളവെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 2-4 മാസത്തോളം വിളവെടുത്തു. ഏതാണ്ട് 1200 കിലോയിലധികം നമുക്കിപ്പോൾ ആദായം കിട്ടിയിട്ടുണ്ട്. 50 രൂപ വെച്ച് അത് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ 1200 കിലോ വിറ്റപ്പോൾ 60,000 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആദ്യം നമ്മുടെ ഒരു മുടക്ക് ഉണ്ടെങ്കിൽ പോലും അത് ഗവൺമെന്റ് സബ്സിഡി ഉള്ളതുകൊണ്ട്, ഹോർട്ടിക്കൾച്ചർ മിഷൻ അതിന് സബ്സിഡി തന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ നിലയിൽ നമ്മുടെ കൃഷിച്ചെലവ്, അതിന്റെ പറിക്കാനുള്ള കൂലി, മറ്റേ കളപറിക്കൽ, അങ്ങനെയുള്ള ചെലവുകൾ കഴിച്ചാൽ 40,000 രൂപ ഈ ഒരു കൃഷിയിൽ നിന്ന് നമുക്ക് ആദായം ഉണ്ടാകുന്നുണ്ട്. വിശാലമായ കൃഷിയിടത്തിൽ പച്ചക്കറികൾക്ക് പ്രധാനമായ സ്ഥാനം കാണുവാൻ കഴിയും. തണുപ്പ് കാലാവസ്ഥയിൽ വളരുന്ന എല്ലാത്തരം വിളകളും ഇവിടെയുണ്ട്. പന്തലിൽ പടർത്തി വളർത്തുന്ന ബീൻസിന് പുറമെ വിവിധ പയറുവിളകൾ. കർഷകന് കൂടുതൽ നേട്ടം ലഭിക്കാൻ പയറുവിളകൾ സഹായിക്കുന്നുണ്ട്. വളരെ അപൂർവമായിട്ടാണ് സോയാബീൻസ് മാങ്കുളത്ത് കാണുവാൻ കഴിയും. ചെറിയൊരു പന്തലിൽ സോയാബീൻസ് ഉണ്ടായി കിടക്കുന്നു. തിളപ്പിച്ച് മട്ട് കളഞ്ഞ് കറി വെച്ചാൽ രുചിയുള്ള കറികൾ ഉണ്ടാക്കാം. ആരോഗ്യപരമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സോയാബീൻസ് പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്തിരിക്കുന്നത്. പച്ചക്കറികളോടുള്ള ഭാര്യയുടെ താല്പര്യമാണ് പച്ചക്കറികൾക്ക് പ്രധാന സ്ഥാനം നൽകാൻ കാരണം. പച്ചക്കറി, എല്ലാ ഇനം പച്ചക്കറികളും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു വിള മാത്രം കൃഷി ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ ആ ഒരെണ്ണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വെണ്ടയുണ്ട്, കോളിഫ്ലവറുണ്ട്, പയറുണ്ട്, ബീൻസുണ്ട്, പച്ചമുളകുണ്ട്, അതുപോലെ തന്നെയുള്ള പാവല്, കോവല്, ചൊരയ്ക്ക, സോയാബീന് തുടങ്ങിയുള്ള എല്ലാ ഇനം പച്ചക്കറികളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ പുറത്തേക്ക് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇവിടുന്ന് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് അത് മാർക്കറ്റിലൊരു അധിക വില കിട്ടും. ആ നിലയിൽ എറണാകുളത്ത് നല്ല മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന മുഴുവൻ പച്ചക്കറികളും നമുക്ക് വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട്. സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ ഒരു ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഒരു അധിക വില നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് നഷ്ടമില്ലാതെ ഈ കൃഷികളെല്ലാം ഇപ്പോൾ പോകുന്നുണ്ട്. 20-ാം വയസ്സിൽ കൃഷിയിലേക്ക് ഇറങ്ങിയ സെബാസ്റ്റ്യൻ ഇന്നും കൃഷിയിലൂടെ ആരോഗ്യപരമായ ജീവിതം നയിക്കുകയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി കൃഷി ചെയ്യുന്നു. അതിന്റെ നേട്ടങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഈ കൃഷിയിടത്തിൽ എത്തിയാൽ മതി. മലമുകളിൽ നിന്ന് വരുന്ന ജലം ശേഖരിച്ചാണ് വേനൽക്കാലത്ത് വിളകൾ നനയ്ക്കുന്നത്. പോളിഹൌസിൽ കൃത്യതാ കൃഷിയാണ്. ജലത്തോടൊപ്പം വളവും ചേർത്ത് നൽകുവാൻ പ്രത്യേക യന്ത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൃഷിയിടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത്
16 സെന്റിലായിട്ടാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലത്തിനാണ് മുഖ്യസ്ഥാനമെങ്കിലും വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. നട്ടർ, ഗ്രാസ് കാർപ്പ്, ഗൌര, കട്ല തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട 3500 കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടുകൂടി 100 അടി നീളവും 65 അടി വീതിയുമുള്ള ഒരു കുളമുണ്ടാക്കി. 14 അടിന് താഴ്ചയുണ്ട്. വർഷം 12 മാസവും വെള്ളം ഒരു 8 അടിയെങ്കിലും വെള്ളം നിൽക്കുന്ന രീതിയിലാണ് അതിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ കുളത്തിലിപ്പോൾ നമ്മൾ ഒരു 2-3 ഇനം മീനെ കൊണ്ടുവന്നിട്ടു. 4-5 മാസത്തെ വളർച്ചയായിട്ടുണ്ട്. അതിൽ നട്ടർ അല്ലെങ്കിൽ ആവോലി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഗ്രാസ് കാർപ്പ്, ഗൗര, പിന്നെ കട്ല ഈ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 200 ഗ്രാം 500 ഗ്രാം വരെയൊക്കെയുള്ള മീനിപ്പോൾ ഇതിനകത്ത് നിലവിലുണ്ട്. ഏതായാലും ഒരു വർഷം കഴിഞ്ഞിട്ട് വിളവെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ അതിന്റെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് ഉദ്ദേശിക്കുന്നു. മറ്റ് കൊക്കിന്റെയോ അതുപോലെയുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊത്തം നെറ്റ് കൊണ്ട് അത് കവർ ചെയ്തിരിക്കുകയാണ്. മാങ്കുളത്തിന്റെ ജൈവ വിപ്ലവത്തിന് തുടക്കമിട്ടത് തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാട്സ് ആയിരുന്നു. ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ കർഷകരുടെ കൂട്ടായ്മയിലൂടെ ജൈവ കൃഷിക്ക് തുടക്കം. ആ തുടക്കത്തിലൂടെ നേടിയ അറിവുകളുമായിട്ടാണ് ഇന്നും കർഷകർ വിഷമില്ലാത്ത ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വിപണന സാധ്യത തുറന്നു കിട്ടാതിരുന്നതിനാൽ ജൈവ സാക്ഷ്യപത്രം നേടിയവർ അത് പുതുക്കാൻ തയ്യാറായില്ല. പുതിയ കർഷകരും സാക്ഷ്യപത്രം നേടാൻ മടി കാണിച്ചു. സാക്ഷ്യപത്രം ഇല്ലെങ്കിലും ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം കർഷകരും പൂർണ്ണമായ ജൈവകൃഷിയാണ് പിന്തുടരുന്നത്. രുചിയും ഗുണവും ഏറെയുള്ള മാങ്കുളത്തിന്റെ വിളകൾ ഉപഭോക്താക്കൾ തിരിച്ചറിയാൻ തുടങ്ങിയതോടെ ഡിമാൻഡും കൂടി. ഇതോടെ മാങ്കുളത്തിന്റെ പച്ചക്കറികളുടെ പ്രധാന വിപണന കേന്ദ്രം എറണാകുളമായി മാറി. ഉയർന്ന വിലയിൽ പച്ചക്കറികൾ വിൽപ്പന നടത്താൻ ഒരു കൂട്ടായ്മയും രൂപം കൊണ്ടതോടെ കർഷകർക്ക് മികച്ച വിലയാണ് എന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് കാർഷികമായ വളർച്ചയാണ് ദിനംപ്രതി ഉണ്ടാകുന്നത്. ഈ വളർച്ചയിലൂടെ സാമ്പത്തികമായും മാനസികമായും ആരോഗ്യപരമായും വളർച്ച നേടിയ ജൈവ കർഷകനാണ് സെബാസ്റ്റ്യൻ. 20 വയസ്സുള്ളപ്പോ മാങ്കുളത്ത് അപ്പന്റെ കൈപിടിച്ച് വന്ന് കൃഷിയിലേക്ക് തിരിഞ്ഞതാണ്. അന്നു മുതൽ ഉള്ള കൃഷിയുടെ അനുഭവത്തില് ചില കാലങ്ങളില് കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ഒരു ന്യായമായ രീതിയിൽ വില കിട്ടാത്തൊരവസ്ഥ വന്നതുകൊണ്ട് കൃഷിക്കാരൻ വളരെയധികം നഷ്ടം സഹിച്ചും കൃഷി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. ചില കാലങ്ങളിൽ അപ്രതീക്ഷിതമായി വലിയ വിലയുണ്ടാവും. പക്ഷേ അത് 1-2 വർഷം നിൽക്കും. പിന്നെ ഒരു 3-4 വർഷത്തിന് വിലയില്ലാത്തൊരവസ്ഥ, സ്ഥിരമായ ഒരു വില നിലവാരം ഇല്ലാത്തതുകൊണ്ട് കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ കൃഷി വൈവിധ്യവൽക്കരിച്ചാൽ ആ ഒരു നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പല രീതിയിലുള്ള വിളകൾ സമ്മിശ്ര കൃഷിയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ കഴിയുമെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നെല്ല് ഒഴികെ മിക്ക വിളകളും സെബാസ്റ്റ്യന്റെ പുരയിടത്തിലുണ്ട്. വിലത്തകർച്ചകളെ യുക്തിപൂർവ്വം നേരിട്ട് കൃഷിയിൽ വിജയം നേടുന്ന പ്രവർത്തന ശൈലി. 8 ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ പാരമ്പര്യമായ കൃഷിരീതികളും പുത്തൻ രീതികളും സൗഹൃദപരമായി വളർച്ച നേടുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുക. അശ്രാന്ത പരിശ്രമവും ആത്മാർത്ഥതയും മാത്രം പ്രവർത്തന മൂലധനമാക്കിയ കർഷകൻ മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിച്ച് കൃഷികൾ ഇറക്കിയപ്പോൾ 100 മേനി വിളവ്. കൂടുതൽ അധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ കൃഷികളിൽ നിന്ന്
നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയൂ. വ്യവസായിക കൃഷിക്കായി കർഷകർ മുടക്കുന്ന ചിലവുകളൊന്നും തന്നെ മാങ്കുളത്തെ കർഷകർ കൃഷിക്കായി ചിലവിടുന്നില്ല. കീടനാശിനികൾക്കായി 1 രൂപ പോലും ചിലവിടുന്നില്ലെന്ന് പറയാം. വിശ്വസിച്ച് ആർക്കും വാങ്ങിക്കഴിക്കാൻ കഴിയുന്ന ജൈവകൃഷി ആയതിനാൽ പച്ചക്കറികൾക്ക് എന്നും ഉയർന്ന വില ലഭിക്കുന്നു. അല്പം വില കുറഞ്ഞാലും വിറ്റുവരവിന്റെ സിംഹഭാഗവും ലാഭമായി മാറുന്നു. ചിലവില്ലാ പ്രകൃതി കൃഷിയിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്ന കർഷകരിൽ ഒരാളാണ് സെബാസ്റ്റ്യൻ. ഇദ്ദേഹത്തിന്റെ കൃഷിയിടം കണ്ടാൽ കൃഷിയോട് താൽപര്യമുള്ള ആരും കൃഷിയിലേക്ക് തിരിയും. കൃഷി വളരെ ആദായകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതിന് ആധുനികമായ ഇപ്പോൾ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്താൽ വളരെ മാറ്റം, ഈ കൃഷി നഷ്ടം എന്നുള്ള പരിദേവനത്തിന് മാറ്റം വരും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൃഷിയിൽ നിന്ന് വിട്ട് ചുമടി ചുമന്നാലും കുഴപ്പമില്ല, കൃഷി വേണ്ട എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഈ കൃഷിയിലേക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അതിന്റെ കീഴിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വില വർദ്ധിപ്പിച്ച് കിട്ടത്തക്ക രീതിയിലുള്ള വാല്യൂ ആഡഡ് സാധനങ്ങളായിട്ട് മാറ്റിക്കൊണ്ട് കൃഷിക്കാരന് നല്ല വില ലഭിക്കാൻ വേണ്ടിയുള്ള പണികൾ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ കാർഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്ന് ഈ ജൈവ സർട്ടിഫിക്കറ്റ് കൃഷിക്കാർക്ക് ലഭ്യമാക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജൈവ സർട്ടിഫിക്കറ്റും ജൈവ കൃഷിയെപ്പറ്റി ആളുകൾക്ക് ബോധ്യമുണ്ടാക്കാനും കഴിഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാങ്കുളം തന്നെ ഒരു ജൈവ ഗ്രാമം എന്ന കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാങ്കുളത്തെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതിനൊരു അധിക വില ലഭിക്കുന്നുണ്ട്. കൃഷിക്കാര് ആ രംഗത്തേക്ക് കുറേയേറെ കടന്നു വന്നിട്ടുണ്ട്. ഇനിയും കുറെ ആളുകളും കൂടി ഈ രംഗത്തേക്ക് കടന്നു വന്നാൽ മാങ്കുളത്തെ കൃഷി, ഇവിടുന്നുള്ള ഉൽപ്പന്നങ്ങളും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും നല്ലൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടാവാനും എല്ലാം ഉള്ള സാധ്യതയുണ്ട്. നിത്യവും കൺമുന്നിൽ വിളകളുടെ നിറവസന്തം കാണുവാൻ കഴിയുകയും പച്ചപ്പിനോട് കൂട്ടുകൂടി നടക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കർഷകർക്ക് കാർഷിക വിജയവും ആരോഗ്യവും സാമ്പത്തിക വിജയവും ഉണ്ടാകുമെന്നതിന് തെളിവാണ് സെബാസ്റ്റ്യന്റെ കാർഷിക ജീവിതം.